വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. സ്പീഡിൽ പറയാറില്ല, ഇത് ഇൻട്രോ തന്നെ സ്ലോ ആകും. അപ്പോൾ ഇന്ന് നമ്മൾ കൊരട്ടല ശിവയുടെ ദേവര പാർട്ട് 1 അതിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. ജൂനിയർ NTR, ജാൻവി കപൂർ, സെയ്ഫ് അലി ഖാൻ. എത്ര പാർട്ട്? രണ്ട് പാർട്ട് കാണാം. ട്രെയിലർ കാണാമല്ലോ. പ്ലേ பண்ணுங்க. നന്ദമുരി മറ്റേ അനിയനുണ്ടല്ലോ, എന്തോ ഒരു കല്യാണം നടന്ന ദിവസം. കടാപ്പുറം കഥയല്ല. రక్తంతో సొంతమే పెట్టిన కథ మా దేవర కథ. മോനെ అనిరుద్ బీజం താഴോട്ടാണ്. మనిషికి బతికేంత ధైర్యం చాలు, చంపేంత ధైర్యం కాదు. కూడదు అని మీరు మళ్ళీ ఆ ధైర్యాన్ని కూడదంటే ఆ ధైర్యాన్ని చంపే భయమైనా నువ్వున్నంత వరకు ఈ కొండ మీద నిమ్మడి దేవరను చంపాలంటే సరైన సమయమే కాదు, సరైన ఆయుధం దొరకాలి. ഓ മോനെ ഉപയോഗിച്ചാണോ അച്ഛനെ കൊല്ലാനുള്ള ശ്രമം നടത്തുന്നത്? പെരുക്കിത്തണം. కొంపదీసి గురిలో దిగుతామైంది. ఆడికి అలాగే రూపం వచ్చింది కానీ రక్తం రాలేదే. పని మీద పోయినోడైతే మన అమ్మగానే తిరిగి వస్తాడు. మొత్తం పట్టిపోయి ఉన్నాడు నీ కొడుకు. വെള്ളത്തിന്റെ CGI ഒക്കെ കുറച്ച് దేవరాసంలో నెక్కి 2 ఏళ్ళు గడిచిపోయాయి. కన్ను మూసిన దర్శన సముద్రంలో చూసిందే కనపడుతుంది. അച്ഛൻ സുറ റെഫറൻസ്. ఎవరైనా తప్పుడు పని కోసం సముద్రం ఎక్కితే ఈ రోజు నుంచి మీకు కాలాన్ని భయం అవుతుందా? സാബൂസില്ലായിരുന്നല്ലോ എൻ്റെ ആ തരക്ഷൻ. എല്ലാ ട്രെയിലറിന്റെ അവസാനം ഇതിനകത്ത് ഏറ്റവും പാടുള്ളൊരു സാധനം എന്തായിരുന്നു അറിയാം? എന്ത്? ഒരു കയ്യിൽ ചെറിയ വാളും മറ്റേ കയ്യിൽ വലിയ വാളും തിരിച്ചറിയത്തില്ലേ? അത് പിടിക്കാൻ വലിയ പാടായിരിക്കും. ടെക്നിക്കലി അല്ല, വെയിറ്റിന്റെ ഡിഫറൻസ് കാരണം. ഈ ഇത്ര നേരം കണ്ടുപിടിച്ച അതായത് സംഭവം സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ട്രെയിലർ ഇപ്പം എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവം, ഈ ട്രെയിലർ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു സംഭവത്തിൽ ഇത് കലവടയ്ക്കും എന്ന് പറയുന്ന പോലെ CGയിൽ വരുമ്പോഴത്തേക്കും CG പാർട്ടാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു എപ്പോഴും ഭയങ്കര പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ല, അത് എന്താന്ന് വെച്ചാലേ ഇതിനകത്ത് ഐഡിയ ഇല്ല. ബേസിക് ഐഡിയ, ഒരു സ്രാവ് കടലിന്റെ മേലെ 20 അടി പറന്ന് അതിന്റെ പുറത്തൊരാൾ. അപ്പം ഇതിന് റെഫറൻസ് ഇല്ല നമുക്ക്. ഇത് എങ്ങനെ ആയിരിക്കും നമുക്ക് ഒറിജിനൽ നടന്ന എങ്ങനെയായിരിക്കും എന്നുള്ളതിന് റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിനടി കൂടെ നീന്തുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ആനിമേഷൻ ചെയ്യാം. പക്ഷെ ഇത് റെഫറൻസ് ഇല്ല. അപ്പോൾ ഇതൊരു ഐഡിയ ആണ്. അപ്പോൾ ഐഡിയ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളും കണ്ടിട്ടില്ലാത്ത സാധനം ആയതുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെയും ചിലപ്പോൾ തോന്നാം. പക്ഷെ ആക്ച്വലി പിന്നെ കൊരട്ടല ശിവയുടെ പടമായതുകൊണ്ട് കാണാനുള്ള ഒരു പുള്ളി എപ്പോഴും ഒരു നല്ല ഫിലിം മേക്കറാണ്. പുള്ളി നല്ല ഫിലിം മേക്കറാണ്. പുള്ളിയുടെ സിനിമകൾക്ക് എല്ലാത്തിനും ഒരു ഒതുക്കം ഉണ്ടാവും. ആ ഒരു ടിപ്പിക്കൽ മാസ് മസാല തെലുങ്ക് പടത്തിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന പടം. ഇപ്പം ജനതാക്കാരെ എടുത്ത് നോക്കിയാലും അതെ ആ പടങ്ങളൊക്കെ ജനതാക്കാരെ നല്ല പടമായിരുന്നു. അതുപോലെ എന്നാ ഇത് മഹേഷ് ബാബുവിന്റെ പടം ഉണ്ടായിരുന്നല്ലോ, ഭാരതന്നേനു അതന്നെ മിർച്ചി പുള്ളിയുടെ പടമായിരുന്നു. മിർച്ചി പുള്ളിയുടെ പടമായിരുന്നു. പ്രഭാസിന്റെ മിർച്ചി. ആക്ച്വലി പുള്ളിയുടെ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഇതിനു മുമ്പ് ഇറങ്ങിയ ആചാര്യ മാത്രമേ ഉള്ളൂ കോട്ടത്തിലേക്കൊരു പടം. ബാക്കിയെല്ലാം ബെറ്റർ സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും അതെ സെറ്റിംഗ് അതുപോലെ വിഷ്വലി സാധനം കാണാൻ കുറച്ച് ഈ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള കാഴ്ചക്കുള്ള സാധനം ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി
പടത്തിൽ ചെയ്ത് തെലുങ്ക് പടങ്ങളിൽ തന്നെ ഈ കടപ്പുറം ആ, സൈഡിലേക്ക് ഇല്ല, പോയിട്ടേ ഇല്ല, ഇല്ലെന്ന് ഇല്ലെന്ന് തോന്നുന്നു. ചില പടങ്ങൾ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ബീച്ചിൽ പോകുന്നതല്ലാതെ അങ്ങനെ ഫുള്ളി ബീച്ചിലെ ആളുകളെ കുറിച്ചോ അതിന്റെ സെറ്റിംഗ് ഒന്നും ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സൈഫുലിഖാൻ വില്ലൻ ചെയ്ത രസമായിരിക്കും. അതെ പുള്ളി ഭയങ്കര ചിരഞ്ജീവിയുടെ ലാസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ വാട്ടാ വീരയ്യ. അതിനകത്ത് കടപ്പുറത്തിനെ കുറിച്ച് കുറച്ചുകൂടെ കടപ്പുറത്തെ ആൾക്കാരായിരുന്നു. അത് അങ്ങനെ ഫുള്ളി സെറ്റിംഗ് മാത്രമല്ല. സെറ്റിംഗ് മാത്രമല്ല അവിടെ നിന്ന് ഇന്റർനാഷണൽ പോയി അങ്ങനെ ഇതിപ്പോ അച്ഛൻ പണ്ട് മെയിൻ ആയിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അപ്പൊ പിന്നെ അച്ഛനെ അടിക്കാൻ കാണാതാവുന്നു അല്ലേ? അങ്ങനെ പറയാം. അച്ഛൻ എങ്ങോട്ട് കടപ്പുറത്ത് പോയിട്ട് 2 വർഷമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്? അച്ഛനൊരു വിജിലാൻറ്റി ആയിട്ട് മാറിയിരിക്കും. എന്തോ കടപ്പുറത്ത് കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു, എന്തോ അച്ഛൻ കണ്ടുപിടിച്ചു. അല്ല അതിങ്ങനെ ആയിക്കൂടെ? അല്ല അതിങ്ങനെ ആയിക്കോട്ടെ. അച്ഛൻ എന്ത് കണ്ടുപിടിച്ചു അതറിയണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം തിയേറ്ററിൽ. അല്ലല്ല ഇതിനകത്ത് അവള് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛന്റെ അതേ ഗുണം മകനില്ലെന്ന്. പക്ഷെ ഇവനായിക്കൂടെ അച്ഛന്റെ വേഷത്തിൽ വന്ന് ആൾക്കാരെ കൊല്ലുന്നത് റിവെഞ്ച് അത് അവിടുന്ന് പോയി പറയാനൊക്കെ അല്ലേ ഇതൊക്കെ അച്ഛൻ കടപ്പുറത്ത് തീയുടെ ഞാൻ പറഞ്ഞത് മോശമില്ല അച്ഛനാണെന്ന് വിചാരിക്കുമ്പോൾ അച്ഛനെ കുറെ നാൾ കാണുന്നില്ല, എന്നിട്ട് അച്ഛനെ തിരിച്ച് കാണുന്ന സീനായിരിക്കും ആ മറ്റേ ഷാർക്കുമായിട്ട് ചാടുന്നത്. അങ്ങനെയായിരിക്കും കടപ്പുറത്ത് ആളുകൾ അച്ഛനെ കാണുന്നു. ആ ഫൈറ്റ് സീൻ അവരൊക്കെയാണ് ചത്ത് മറ്റേ അത് മകന്റെ അപ്പടി വരിക മറ്റേ സാധനം. അതായത് അച്ഛൻ മരിച്ചുപോയി, പകരം അച്ഛനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള വരുത്തി തീർക്കുന്ന പോലെ അണ്ണൻ ഇങ്ങനെ ഫിയർ സ്റ്റോറി ഉണ്ട്. എന്തോ ഒരു ആള് കടപ്പുറത്തോട്ട് ഇറങ്ങിയാല് ആരോ കൊല്ലുന്നുണ്ടല്ലേ? അതാരാ? മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ ആരോ കൊല്ലുന്നു. അയ്യോ അവർക്ക് മലയാളം പറയത്തില്ലല്ലോ, പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞൂടെ? നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കല്ലോ പറയും. എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രെയിലറിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് ആണെന്ന് പറയുന്നത് അനീന്റെ മ്യൂസിക്കാണ്. പുള്ളി പടവും സിനിമയും സിനിമയുടെ ഒരു വലിയ പില്ലറായിരിക്കും അനിരുദ്ധ്. പ്രൊഡക്ഷനും ക്വാളിറ്റി ഉണ്ട്. എത്ര 200 പിന്നെ കഴിഞ്ഞിട്ട് എന്തോ 2 വർഷമായില്ലേ? 2 വർഷത്തിന് ശേഷമല്ലേ പുള്ളിയുടെ ഒരു പടം? അതെ ഇത് കുറച്ച് നാളായി, നല്ല പോലെ ടൈം എടുത്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. അപ്പോൾ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്നു.